ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൈത്തൺ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ്, അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സിമ്പിൾസ് ഇതാണ്. ഇപ്പോൾ പ്ലസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ആൻ ഓപ്പറേറ്റർ. പ്ലസ് ഈസ് യൂസ്ഡ് ഫോർ അഡീഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം ഓപ്പറേഷൻസ് ഓൺ വേരിയബിൾസ് ആൻഡ് വാല്യൂസ്. അപ്പോൾ എന്താണ് വേരിയബിൾസ്, പൈത്തൺ വേരിയബിൾസ് എന്താണെന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ 10+5, ഓക്കെ, ദെൻ ആൻസർ ഈസ്, ഇതിൻ്റെ ഒരു അഡീഷൻ ചെയ്ത ആൻസർ ആയിരിക്കും നമുക്ക്, ഞാനിപ്പോൾ പ്രിൻ്റ് 10+5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ഈസ് ഈക്വൽ ടു 15 എന്നായിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. സോ പ്ലസ് ഈസ് യൂസ്ഡ് ഫോർ, പ്ലസ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിങ് എ പർട്ടിക്കുലർ ടാസ്ക്. അതാണ് പൈത്തൺ ഓപ്പറേറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓപ്പറേറ്റേഴ്സ് നമ്മൾ മെയിനായിട്ടും ഉപയോഗിക്കുന്നത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് ഓഫ് പൈത്തൺ നമ്മൾ അതിനൊരു ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് വൺ ഈസ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, ദെൻ കമ്പാരിസൺ ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ്, membership operators and identity operators. These are the operators that is used in the Python programming. സോ ഇതിനെക്കുറിച്ച് നമുക്ക് ഓരോന്നും എന്താണ് അതിന് എക്സാമ്പിളോടെ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. നമുക്കറിയാം അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ദാറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ പെർഫോമിംഗ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ദാറ്റ് മീൻസ് പ്ലസ് ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിംഗ് അഡീഷൻ, മൈനസ്, സബ്ട്രാക്ഷൻ. ദെൻ അതിന് ഓരോ എക്സാമ്പിളും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ദെൻ സ്റ്റാർ ഈസ് യൂസ്ഡ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ, സ്ലാഷ് ഫോർ ഡിവിഷൻ. Then modulus, percentage symbol, that is known as modulus. Modulus എന്ന് പറയുമ്പോൾ നമുക്ക് 20, ഫോർ എക്സാമ്പിൾ 20 mod 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ 3 ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിമൈൻഡറാണ് നമ്മൾ മോഡുലസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 20 ഡിവൈഡഡ് ബൈ 3 ചെയ്യും, അപ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്താണോ ആ റിമൈൻഡറാണ് നമ്മൾ മോഡുലസ് സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്റ്റാർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എക്സ്പോണൻറ്റ്. ഇപ്പോൾ നമുക്കൊരു സ്ക്വയർ കാണണം, ഒരു നമ്പറിൻ്റെ. സോ നമ്മൾ 4*2, അതായത് ഇറ്റ് ഈസ് ഈക്വലൻ ടു 4 സ്ക്വയർ. ഓക്കെ, എക്സ്പോണൻ്റ് ആയിട്ട് നമുക്ക് എഴുതുന്നതിന് പകരം നമ്മൾ പൈത്തണിൽ ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ് സ്റ്റാർ. ഓക്കെ, സിംഗിൾ സ്റ്റാർ ആണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടായിരുന്നു. സോ ഡബിൾ സ്റ്റാർ ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എക്സ്പോണൻ്റ് ആണ്. ദെൻ സ്ലാഷ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫ്ലോർ ഡിവിഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ലാഷ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ 9/2, നോർമലി നമ്മുടെ കേസിൽ 9/2 നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഈസ് ഈക്വൽ ടു 4.5 ആണ്. അപ്പോൾ അതിൻ്റെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട്, അതായത് ബാക്കിലേക്ക് റൗണ്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ്. അതായത് ആ ഇൻറ്റിജർ വാല്യൂ മാത്രം എടുക്കുന്നതാണ് ഫ്ലോർ ഡിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡബിൾ സ്ലാഷ് യൂസ് ചെയ്തിട്ടാണ്. Then the second type of operators is assignment operators. Assignment operator നമുക്കറിയാം വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ a ഈക്വൽ ടു b. എന്തായിരിക്കും അതിൻ്റെ മീനിങ്? എയിലേക്ക് നമ്മൾ ബിയുടെ വാല്യൂ അസൈൻ ചെയ്യുവാണ്. ദ വാല്യൂ ഓഫ് b ഈസ് അസൈൻഡ് ടു ദ വേരിയബിൾ a. അതാണ് ഉദ്ദേശിക്കുന്നത്. a ഈക്വൽ ടു b. ഇപ്പോൾ ബിക്ക് 2 എന്നൊരു വാല്യൂ ഉണ്ട് എങ്കിൽ എന്തായിരിക്കും? ദാറ്റ് 2 ഈസ് അസൈൻഡ് ടു ദി a. എന്നുള്ള വേരിയബിളിലേക്ക് ആ വാല്യൂ അസൈൻ ചെയ്യും. സോ അതേപോലെ നമുക്കത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഈക്വൽ ടു ഓപ്പറേറ്റർ, ദാറ്റ് മീൻസ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഫോർ എക്സാമ്പിൾ a ഈസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് 10 ഈസ് അസൈൻഡ് ടു ദ വേരിയബിൾ a. ഇനി ഇത് കൂടാണ്ട് നമുക്ക് കുറച്ച് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും കൂടെ പൈത്തണിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് a ഈക്വൽ ടു a+5 എന്ന് എഴുതണമെന്ന് വിചാരിക്കുക. a ഈക്വൽ ടു a+5. സോ അതിന് ഷോർട്ടായിട്ട് നമുക്ക്, അതായത് ഇവിടെ രണ്ടും സെയിം ഓപ്പറാൻസ് വന്നാൽ, നമ്മൾ ഈ പറയുന്ന വേരിയബിൾസ് നമ്മൾ പറയുന്ന പേര് ഓപ്പറാൻസ് എന്നാണ്. ദെൻ ലെഫ്റ്റ് സൈഡിലും RHSലും LHSലും RHS സ്റ്റാർട്ട് ചെയ്യുന്ന സെയിം പേരിൽ, അതായത് സെയിം LHSുമായിട്ട് സെയിം ആണെങ്കിൽ അങ്ങനെ അതിന് നമുക്ക് ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എഴുതാം. സിമ്പിളായിട്ട് എഴുതാൻ പറ്റും.
അതാണ് എ പ്ലസ് ഈക്വൽ ടു 5. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം ഇതിൽ തന്നെ ആയിരിക്കണം. അതായത് റൈറ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ വേരിയബിൾ എന്താണോ അത് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ സബ്ട്രാക്ഷൻ്റെ കേസിലാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, അതായത് എ ഈക്വൽ ടു എ മൈനസ് 5. അങ്ങനെ വരുന്ന ഒരു കേസിന് നമുക്ക് സിമ്പിളായിട്ടും എന്തെന്ന് എഴുതാം, എ മൈനസ് ഈക്വൽ ടു എ ഈക്വൽ ടു എ മൈനസ് 5 എന്നായിരുന്നു. സോ അതിന് എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് എഴുതാം എ മൈനസ് ഈക്വൽ ടു 5. അതിൻ്റെ ഒരു എക്സ്പാൻഷൻ ഈ ഫോമിലാണ്. സോ ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ അസൈൻമെൻറ്റ്, ഡിവിഷൻ അസൈൻമെൻറ്റ്, നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ച എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെയും നമുക്ക് ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്യാം. റിമൈൻഡർ അസൈൻമെൻറ്റ്, റിമൈൻഡർ മീൻസ് നമ്മളിപ്പോൾ പറഞ്ഞ മോഡുലസ് തന്നെ. ദെൻ എക്സ്പോണൻ്റ് അസൈൻമെൻറ്റ്, ദെൻ ഫ്ലോർ ഡിവിഷൻ അസൈൻമെൻറ്റ്. എന്തൊക്കെയാണോ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ പഠിച്ച് അതെല്ലാം നമുക്കിവിടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും കൂടെ കൂടി, അതായത് ഈക്വൽ ടു സിമ്പലും കൂടെ കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുമ്പോൾ ഈ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സിമ്പല് തന്നെ വെച്ചിട്ടായിരിക്കണം റൈറ്റ് സൈഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്കിത് എഴുതാൻ പറ്റുള്ളൂ. ദീസ് ആർ ദി അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് മെയിൻലി യൂസ്ഡ് ഫോർ അസൈനിങ് വാല്യൂസ് ടു ദി വേരിയബിൾസ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കമ്പാരിസൺ ഓപ്പറേറ്റർ. അപ്പോൾ പേര് പോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താണ്, രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കമ്പാരിസൺ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഐദർ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. Okay, for the first one, these are the examples or types of comparison operators. The first one is double equal. Double equal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എ ഈക്വൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ദ വാല്യൂ ഓഫ് ബി ഈസ് അസൈൻഡ് ടു ദി വേരിയബിൾ എയിലേക്ക് അസൈൻഡ് ആവും. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഇനി ഡബിൾ ഈക്വൽ ആണ്. ഡബിൾ ഈക്വൽ ആണെങ്കിൽ ചെക്ക് വെദർ എ ഈക്വൽ ടു ബി, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആദ്യത്തെ കേസിൽ നമ്മൾ ദ വാല്യൂ ഓഫ് ബി ഈസ് അസൈൻഡ് ടു ദി വേരിയബിൾ എ എന്നായിരുന്നു അതിൻ്റെ മീനിങ്. ഡബിൾ ഈക്വൽ ടു വന്നു കഴിയുമ്പോൾ അങ്ങനെയല്ല, എ ആൻഡ് ബി ആർ ഈക്വൽ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇഫ് എ ആൻഡ് ബി ആർ ഈക്വൽ, ഈക്വൽ ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ 4 ഈക്വൽ ടു 5, ഇവർ രണ്ടുപേരും ഈക്വൽ ആയിരുന്നുവെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്തേനെ. അപ്പോൾ ഇതിപ്പോൾ രണ്ടുപേരും ഈക്വൽ അല്ല, സോ നോട്ട് ട്രൂ ആണ്, അല്ലെങ്കിൽ ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ തന്നെ നോട്ട് ഈക്വൽ ടു 4 നോട്ട് ഈക്വൽ ടു 5, 4 നോട്ട് ഈക്വൽ ടു 5 കറക്റ്റ് ആണ്, സോ അതുകൊണ്ട് ട്രൂ റിട്ടേൺ ചെയ്യും. ദെൻ നോട്ട് ഈക്വൽ ടു സിമ്പിളാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളുകൾ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. സോ 4 ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമുക്ക് ട്രൂ റിട്ടേൺ ചെയ്യും, അതായത് 4ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 5. ഇവിടെ ഇപ്പോൾ ഫോൾസ് ആണല്ലേ, 5 ഗ്രേറ്റർ ദാൻ 4 ആയിരുന്നെങ്കിൽ നമുക്ക് ട്രൂ എന്ന് പറയാമായിരുന്നു. ദെൻ 4 ലെസ് ദാൻ 5, അത് കറക്റ്റാണ്, 4ൻ്റെ വാല്യൂ 5-നേക്കാളും ലെസ് ദാൻ ആണ്, സോ ഇറ്റ് റിട്ടേൺസ് ട്രൂ. ദെൻ 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, ഈക്വൽ ആണോ ഒന്നും കൂടെ നോക്കും. അപ്പോൾ ഇത് ഫോൾസ് ആണ്, സോ റിട്ടേൺ ഫോൾസ്. അടുത്ത 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, ഐദർ ലെസ് ദാൻ ഓർ ഈക്വൽ, ഏതെങ്കിലും ഒരെണ്ണം മതി. ഒന്നുകിൽ ലെസ് ദാൻ, 4ൻ്റെ വാല്യൂ ലെസ് ദാൻ 5 ആയിരിക്കണം, അല്ലെങ്കിൽ 4ൻ്റെ വാല്യൂ ഈക്വൽ ടു 5 ആയിരിക്കണം. അപ്പോൾ ഇപ്പം നമ്മുടെ കേസിൽ 4ൻ്റെ വാല്യൂ ലെസ് ദാൻ 5 ആണ്, സോ അത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. അങ്ങനെ രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കാം. The next one is Python bitwise operators. Bitwise operators എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് നമുക്ക് പ്രോസസ്സിങ് നടത്താൻ പറ്റും. സോ ഞാനിതിപ്പോൾ ഒരു 60 എന്നുള്ളൊരു നമ്പറിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്, എ ഈക്വൽ ടു 60, ബി ഈക്വൽ ടു 13. സോ എ ആൻഡ് ബി, ഇതൊരു ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആണ്. ആൻഡ് ബിറ്റ് വൈസ്, ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഈസ് ഇക്വലൻ ടു ലോജിക്കൽ ആൻഡ് പോലെ തന്നെയാണ്. അതായത് ആൻഡ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ആൻഡിൻ്റെ 2 0 ആണെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ 0 ആയിരിക്കും. 2 1 ആണെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ആൻസർ ഈസ് 1 ആയിരിക്കും. ഒരു വാല്യൂ 0യും ഒരു വാല്യൂ 1ഉം ആണെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ 0. അതേപോലെ തന്നെ 1ഉം 0യും ആണെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഓക്കെ. ഈ രീതിക്കാണ് ആൻഡിൻ്റെ ഓപ്പറേഷൻസ് തന്നെ. 2ഉം 1 ആണെങ്കിൽ മാത്രമാണ് ആൻഡ് ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് വരുള്ളൂ.
സോ ഞാൻ ഇത് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ഡയറക്റ്റ് അല്ല ഇത് പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 16 നമ്മൾ കൺവേർട്ട് ചെയ്തു ഒരു ബൈനറി ഫോമിൽ, ദെൻ 13 ഒരു ബൈനറി ഫോമിൽ കൺവേർട്ട് ചെയ്തു. സോ ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്തു, ആൻഡ് ഓപ്പറേഷൻ എ ആൻഡ് ബി, ആൻഡ് ഇത് ആൻഡ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ആംപ്രസൻറ്റ് സിമ്പിൾ എന്നാണ് എന്നെ പറയുന്നത്. സോ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. ആ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ 0യും 1ഉം 0, 0യും 0യും 0, ദെൻ 1ഉം 1ഉം 1, 1ഉം 1ഉം 1. അപ്പോൾ ഇതിൻ്റെ ആൻസർ 1, ഇതിൻ്റെ ആൻസർ 1. ബാക്കി ഇവിടെ എന്തായിരിക്കും 0 0. ഓക്കെ, ദെൻ ഈ ആൻസർ ഇതൊക്കെ എന്തായിരിക്കും 0 തന്നെ അല്ലേ, 0 0, ഇവിടെയും 0, ഇവിടെയും 0. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. 4 0യും പിന്നെ 1 1 0 0. ഇങ്ങനെ ഒരു ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബൈനറി ഡിജിറ്റ്സിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. സോ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൻഡ്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ട്രൂ ആവുന്നത് ബോത്ത് ബിറ്റ്സ് ആർ 1 ആയിരിക്കുമ്പോൾ മാത്രമാണ്. ദെൻ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 0യും 1ഉം ആണെങ്കിൽ ഓർ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ 1 എന്നായിരിക്കും ആൻസർ. ഏതെങ്കിലും ഒരു ബിറ്റ് ഇതായാൽ മതി, ഏതെങ്കിലും ഒരു ബിറ്റ് 1 ആയാൽ മതി. സോ ഇത് ആൻസർ 1 ആയിരിക്കും. 1ഉം 1ഉം ചെയ്യുമ്പോഴും നമുക്ക് ആൻസർ ഈസ് 1 ആയിരിക്കും. ദെൻ 0 0 മാത്രമായിരിക്കും ആൻസർ 0 ആയിട്ട് വരുന്നത്. ഇതാണ് ഓർ ഓപ്പറേഷൻ്റെ. അങ്ങനെ നമുക്ക് ഓരോന്നിനും ഉണ്ട്. ഇപ്പോൾ എക്സോർ ആണെങ്കിൽ നമുക്ക് സെറ്റ് ഈച്ച് ബിറ്റ് ടു 1 ഇഫ് ഓൺലി 1 ഓഫ് ദി 2 ബിറ്റ്സ് ഈസ് 1. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും എക്സോറിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോർ രണ്ടും 0 ആണെങ്കിൽ എക്സോറിൻ്റെ വാല്യൂ 1 ആയിരിക്കും, രണ്ടും 1 ആണെങ്കിൽ എക്സോറിൻ്റെ വാല്യൂ 1 ആയിരിക്കും, 0 ആയിരിക്കും. ഓപ്പോസിറ്റ് വരുവാണെങ്കിൽ മാത്രമാണ് കേട്ടോ. അതായത് സെറ്റ് ഈച്ച് ബിറ്റ് 1 ഇഫ് 1 ഓഫ് ദി 2 ബിറ്റ്സ് ഈസ് 1. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം 0യും 1ഉം വരുവാണെങ്കിൽ 1 ആയിരിക്കും. ദെൻ 1ഉം 0യും വരുവാണെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് എക്സോർ ഓപ്പറേഷൻ പോകുന്നത്. ദെൻ അടുത്തത് ഒരു മൈനസ് സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കോംപ്ലിമെൻറ്റ്സ് കണ്ടുപിടിക്കാം. കോംപ്ലിമെൻറ്റ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 0 ഉള്ളത് കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആവും. 1 ആണ് നമ്മുടെ ഇൻപുട്ടെങ്കിൽ കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആവും. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതിനാണ് നമ്മൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനടുത്ത് വരുന്ന ബൈനറി ലെഫ്റ്റ് ഷിഫ്റ്റ്. ഈ ഒരു 2 ലെസ് ദാൻ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ബൈനറി ലെഫ്റ്റ് ഷിഫ്റ്റ്, 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ട് കഴിഞ്ഞാൽ ബൈനറി റൈറ്റ് ഷിഫ്റ്റ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇതാണ് നമുക്ക് ലെഫ്റ്റ് ഷിഫ്റ്റിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചേക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഇൻപുട്ട് നമ്പർ ഈസ് 40 ആണെന്ന് വിചാരിക്കാം. സോ ഞാൻ അതിനൊരു ബൈനറി ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ലെസ് ദാൻ 1 ഒരു തവണ ലെഫ്റ്റ് ഷിഫ്റ്റ് പെർഫോം ചെയ്യുക. ഈ ഒരു സിമ്പിൾ കാണുമ്പോൾ തന്നെ ലെസ് ദാൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പെർഫോം ലെഫ്റ്റ് ഷിഫ്റ്റ്. ഇനി എത്ര ടൈംസ് ആണ് ചെയ്യേണ്ടത്? ഒരു തവണ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് ഇടാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് ഓരോ പൊസിഷൻ നീക്കി ഇടണം. സോ നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ നോക്കിയാൽ മതി. കാരണം ഫസ്റ്റ് പൊസിഷൻ നമ്മൾ നീക്കി കഴിഞ്ഞാൽ അത് 0th പൊസിഷനിലേക്ക് പോകും. അങ്ങനെ ഒരു പൊസിഷൻ ഇല്ല. സോ നമ്മൾ ഫസ്റ്റ് ഇലമെൻറ്റിൽ നമുക്ക് വേറെ ഒരിടത്ത് ഇടാനില്ല. സെക്കൻഡ് ഇലമെൻറ്റ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സെക്കൻഡ് ഇലമെൻറ്റിനെ ഫസ്റ്റ് പൊസിഷനിലേക്ക് ഇടുക. ദെൻ തേർഡ് ഇലമെൻറ്റിനെ സെക്കൻഡ് പൊസിഷനിലേക്ക് ഇടുക. ഫോർത്ത് ഇലമെൻറ്റിനെ തേർഡ് പൊസിഷനിലേക്ക് ഇടുക. ഒന്ന് ബാക്കിലേക്ക് ഇടുക. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ഇലമെൻറ്റിനെ സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിലേക്ക് ഇടുക. അപ്പോൾ ഇവിടെ ഒരെണ്ണം മിച്ചം വരും അല്ലേ, ഈ ഒരു പൊസിഷനിൽ ഇടാൻ ആളില്ലാതെ വരും. ഇതോരോന്നും നീക്കി അതായത് ഇവിടുത്തെ ഈ ഒരു പൊസിഷനിൽ ഇങ്ങോട്ട് വന്നു, ഇവിടുത്തെ തേർഡ് പൊസിഷനിൽ സെക്കൻഡിലേക്ക് വന്നു, അങ്ങനെ വന്ന് ഈ പൊസിഷൻ തൊട്ട് മുന്നിലത്തേക്ക് നേരെ അല്ല വരുന്നത്. സോ ഇതിവിടുന്ന് ഈ ഒരു പൊസിഷനിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ നമുക്കൊന്നും ഇടാനില്ലാത്ത ഒരു ലാസ്റ്റ് പൊസിഷനിൽ ഇല്ലാതെ വരുന്നു. സോ അവിടേക്ക് നമ്മൾ 0 ആഡ് ചെയ്യുക. 0 ഈസ് ആഡഡ് ടു ദി എംപ്റ്റി സ്പേസ്. ഇതാണ് ലെഫ്റ്റ് ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ റൈറ്റ് ഷിഫ്റ്റ് അതിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്സാണ്. എല്ലാം ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, എല്ലാം ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ലാസ്റ്റത്തെ ബിറ്റ് ഇത് LSB എന്നാണ് എന്നെ പറയുന്നത്. ഈ സൈഡിൽ വരുന്നത് MSB, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും. അപ്പോൾ ഈ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഇനി പോയാൽ ഈ 1 ഇവിടെ വേറൊരിടത്തും ഇടാനില്ല. സോ ഈ 1 ആണ് നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് ഇട്ടേക്കുന്നത്. ദെൻ 2 ഈ ഒരു പൊസിഷനിൽ, 3 ഇങ്ങനെ റൈറ്റിലേക്ക്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. അതായത് 0th പൊസിഷനിൽ കിടക്കുന്നതിന് ഒന്നും ഇടാനില്ല. ദെൻ ഫസ്റ്റ് പൊസിഷനിലുള്ളതിനെ 0th ഇട്ടു. സെക്കൻഡ് പൊസിഷനിലുള്ളതിനെ
ഇതാണ് 0th പൊസിഷനിലേക്ക് ഇട്ടു, സെക്കൻഡ് പൊസിഷനിലുള്ള ഫസ്റ്റിലേക്ക് ഇട്ടു, തേർഡ് പൊസിഷനിലുള്ള സെക്കൻഡിലേക്ക് ഇട്ടു. ഈ ഒരു ഫോർമാറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സൈഡിൽ ഇവിടെ എഴുതാൻ ഒന്നുമില്ലാതെ വരുമ്പോൾ നമ്മളൊരു 0 ഇൻസേർട്ട് ചെയ്യുക. രണ്ടിലും സെയിം പ്രൊസീജിയർ തന്നെയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. The next one is the Python logical operators. Python's logical operators എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെയിനായിട്ട് വരുന്ന 3 ഓപ്പറേറ്റേഴ്സ് ആണ് ആൻഡ്, ഓർ, നോട്ട്. ഓക്കെ, ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് രണ്ട് എക്സ്പ്രഷൻസ് രണ്ടും ഈക്വൽ ആണോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ കമ്പയർ ചെയ്യാം. ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക. ഇനീഷ്യലി ഞാൻ x = 5, ദെൻ y = 10. എക്സിനകത്ത് 5 എന്നും കൊടുത്തു, വൈക്ക് 10 എന്നും കൊടുത്തു. എന്നിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണ്. ഇവിടെ ഒരു ആൻഡ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഒരു ബിറ്റ് ബൈ ബിറ്റ് അല്ല പെർഫോം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ രണ്ട് എക്സ്പ്രഷൻസ് കമ്പയർ ചെയ്യുകയോ ചെയ്യുന്നത്, രണ്ട് കണ്ടീഷൻസ് കമ്പയർ ചെയ്യുകയോ ചെയ്യുന്നു. അത് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3, എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ, ദെൻ ആൻഡ് വൈ ലെസ് ദാൻ 15, വൈ 15-നെക്കാളും ചെറുതുമാണെങ്കിൽ, ഈ ഒരു രണ്ട് എക്സ്പ്രഷനെ നമ്മൾ കമ്പൈൻ ചെയ്തു. ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ, അതായത് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 ആൻഡ് വൈയുടെ വാല്യൂ ലെസ് ദാൻ 15, വൈയുടെ വാല്യൂ 15-നെക്കാളും ചെറുതാണെങ്കിൽ ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ്റെ കേസിൽ നമുക്ക് 5 ഗ്രേറ്റർ ദാൻ 3 ആണ്, കണ്ടീഷൻ ഈസ് ട്രൂ. ഇതിൽ നിന്ന് നമുക്ക് ട്രൂ എന്ന് കിട്ടും. ആൻഡ് y ലെസ് ദാൻ 15, വൈയുടെ വാല്യൂ 10 ആണ്, സോ 10 ലെസ് ദാൻ 15, അതും കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഈ രണ്ട് ട്രൂ ആൻഡ് ട്രൂ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ട്രൂ വാല്യൂ ആണ്. ദെൻ അതേപോലെ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് കിട്ടുന്നതും ട്രൂ ആണ്. അപ്പോൾ നമ്മുടെ കേസിൽ രണ്ട് ട്രൂ വന്നു അല്ലേ, ട്രൂ ആൻഡ് ട്രൂ. സോ ആൻഡ് ഓപ്പറേഷനിൽ നമുക്കറിയാം, രണ്ടും ട്രൂ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ടും 1 വന്നു കഴിഞ്ഞാൽ ആൻഡ് ഓപ്പറേഷൻ റിട്ടേൺ ചെയ്യുന്നതും 1 ആയിരിക്കും. സോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത് ഈ കണ്ടീഷൻ ട്രൂ ആണെന്നാണ്. സോ നമുക്ക് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പ്രോഗ്രാമിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് രണ്ട് എക്സ്പ്രഷൻസ് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു, ഇപ്പോൾ ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആണെങ്കിൽ, അല്ല രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതാണ് ആൻഡ് ഓപ്പറേഷൻ. ഓറാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഐദർ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ്, ഇപ്പോൾ ഞാനിവിടെ ആൻഡ് ഓപ്പറേഷന് പകരം ഓർ എന്നുള്ളൊരു സിമ്പിളായിരുന്നു ഉപയോഗിക്കണമെങ്കിൽ, എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 ഓർ വൈയുടെ വാല്യൂ ലെസ് ദാൻ 5, ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ പോലും ഈ പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ഇപ്പോൾ ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ രണ്ട് കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ മാത്രമാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു ഇഫാണ് നമ്മൾ എഴുതിയേക്കണമെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് ഓർ ഓപ്പറേഷനാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ഐദർ ട്രൂ, ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. ഓക്കെ, എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 അല്ലെങ്കിൽ വൈയുടെ വാല്യൂ ലെസ് ദാൻ 15, ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓർ ഓപ്പറേഷൻ വർക്ക് ചെയ്യും. അതേപോലെ നോട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റ് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രൂ ആയിരിക്കുന്ന ഫോൾസ്, ആ രീതിയിലേക്ക് നമുക്കതിനൊരു ഇൻവേർട്ട് ചെയ്യാൻ പറ്റുന്ന, അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ഈ ഒരു നോട്ട് ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. The next one is Python membership operator. മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ നമ്മൾ രണ്ട് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഇന്നും നോട്ടിനും. ഇന്നിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണ് എക്സ് ഇൻ വൈ. ഹിയർ ഫോർ എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം, ഇപ്പം ഞാനൊരു ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കുവാണ്. ലിസ്റ്റ് ഓൾറെഡി എന്താ നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ഫ്രൂട്ട്സ് എന്നുള്ള പേരിൽ. അതിനകത്ത് ആപ്പിൾ, ബനാന, ചെറി, ഇത് മൂന്നുമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ദെൻ ഇഫ് ബനാന ഇൻ ഫ്രൂട്ട്സ്, അതിന് മീനിങ് എന്താണ്? ബനാന എന്നുള്ളൊരു ഐറ്റം ഈ ഒരു ഫ്രൂട്ട്സിനകത്ത് ഉണ്ടോ, ഇതാണ് ഇഫ് ആ ഒരു ഇൻ എന്നുള്ള ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോട്ട് ഇൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇല്ല എങ്കിൽ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബനാന ഇൻ അതിനകത്ത് ഉണ്ടോ,
ഇപ്പോൾ ഇവിടെ ബനാന നോട്ട് ഇൻ ഫ്രൂട്ട്സ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ നോ കണ്ടീഷൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന പൈത്തൺ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ടു കമ്പയർ ദ ഒബ്ജക്ട്സ്. ഇതിനകത്ത് ഈസും ഉണ്ട് ഈസ് നോട്ടും ഉണ്ട്. രണ്ട് ഒബ്ജക്ട്സും ബോത്ത് ഒബ്ജക്ട്സ് റെഫർ ടു ദി സെയിം മെമ്മറി ലൊക്കേഷൻ അങ്ങനെയാണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റും സെയിം മെമ്മറി ലൊക്കേഷൻസ് നമ്മൾ കൊടുത്തേക്കുന്ന രണ്ട് ഒബ്ജക്റ്റുകൾ സെയിം മെമ്മറി ലൊക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആയിരിക്കും. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് ആയിരുന്നു ഉപയോഗിക്കണമെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതിൻ്റെ നേരെ റിവേഴ്സിൽ നമ്മൾ ചോദിക്കുന്നതാണ് ഈസ് നോട്ട്. ഈസ് നോട്ട് റിട്ടേൺസ് ഫോൾസ് ഇഫ് ബോത്ത് ഒബ്ജക്ട്സ് റെഫർ ടു ദി സെയിം മെമ്മറി ലൊക്കേഷൻ. രണ്ടുപേരും സെയിം മെമ്മറി ലൊക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യുന്നത് ഈസ് നോട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈസ് നോട്ട് റിട്ടേൺ ചെയ്യുന്നത് ഫോൾസ് ആയിരിക്കും, അല്ല എങ്കിൽ ട്രൂ ആയിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നും ഉണ്ട് അതേപോലെ നോട്ടിനും ഉണ്ട്. ഇന്നും നോട്ടിനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പർട്ടിക്കുലർ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിനകത്ത് എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്ന സംഭവം ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നും നോട്ടിനും യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത് വരുന്ന ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒബ്ജക്ട്സ് സെയിം മെമ്മറി ലൊക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസും ഈസ് നോട്ടും എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ദീസ് ആർ ദി operators that is used in the Python programming language. Thank you.